ഓസ്ട്രേലിയൻ കാടുകൾ ലോകത്തിലെ മറ്റു കാടുകളേക്കാൾ വളരെ പ്രത്യേകതയുള്ളവയാണ്. കാരണം ഇവിടെ കാണുന്ന ജീവജാലങ്ങൾ, സസ്യങ്ങൾ, ഭൂമിശാസ്ത്രം, അതായത് ഏകദേശം ഇവിടെയുള്ള ജീവികളുടെ 80% ലോകത്തിൽ മറ്റെവിടെയും കാണുന്നില്ലെന്നാണ് പറയപ്പെടുക. ഓസ്ട്രേലിയൻ കാടുകൾക്ക് വർഷം തോറും വൻ തീപിടുത്തം അനുഭവപ്പെടാറുണ്ട്. ഇതിനെയാണ് ബുഷ് ഫയർ എന്ന് പറയപ്പെടുന്നത്. അതിനാൽ ചില മരങ്ങൾ, അതായത് യൂക്കാലിപ്റ്റസ് പോലെയുള്ള ഇവയുടെ വിത്തുകൾ തീപിടുത്തം കഴിഞ്ഞാൽ മാത്രമേ അത് ഓപ്പൺ ചെയ്യാറുള്ളൂ. അതായത് അവയ്ക്ക് തീ ആവശ്യമാണ്. അതായത് ഇതൊരു ഫയർ അഡാപ്റ്റഡ് എക്കോസിസ്റ്റം ആയിട്ട് വളർന്നു കഴിഞ്ഞതാണ്. ഈ കാടുകളിൽ അകാരണമായി സംഭവിക്കുന്ന കാട്ടുതീയുടെ കാരണങ്ങളും ഇവിടെയുള്ള വന്യജീവികളുടെ പ്രത്യേകതകളും മനസ്സിലാക്കാൻ വേണ്ടി ഗ്രേസും ബെന്നും അടങ്ങിയ ഗ്രൂപ്പ് ആ വലിയ കാട്ടുപ്രദേശത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ യാത്രക്കിടയിലാണ് ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത പല ജീവിവർഗ്ഗങ്ങളും പല സബ് സ്പീഷീസുകളും ഇവിടെ ഉണ്ടെന്ന് അവർ കണ്ടെത്തുന്നു. ഈ കാട്ടിൽ ഒരു ഭീകര ജീവിയുണ്ട്. അതെ, എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു ഭീകര സത്വം. മൂവി ഫ്രീക്സിന്റെ ഈ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഒരു കാട് മുഴുവൻ കത്തി നശിക്കുന്ന ഒരു കാട്ടുതീയിലൂടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഓരോ ജീവികളും കത്തി അമർന്നു പോവുകയും മനുഷ്യരെല്ലാം നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രം കഴിഞ്ഞു പോകുന്ന തീ വിഴുങ്ങുന്ന ഒരു രാത്രി. ഫയർ ഫൈറ്റേഴ്സിന്റെയും ഹെലികോപ്റ്റേഴ്സ് റെസ്ക്യൂവിന്റെയും ഒക്കെ പരിശ്രമത്തിന്റെ ഫലമായി കാട്ടുതീ അണഞ്ഞ് മറ്റൊരു ദിവസം കൂടി പുലരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട മൃഗങ്ങൾ ഒരു അതിർവരമ്പ് വരെ എല്ലാം തീ കൊണ്ടുപോയതും മറു അതിർത്തിയിൽ പൂർണ്ണമായി തീ തൊടാത്ത ഒരു കാടിനെയുമാണ് കാണാൻ കഴിയുന്നത്. ഇതിവിടെ സഹജമായ ഒരു കാര്യമാണ്. ഈ ജീവജാലങ്ങളെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ മഴയുടെ റോള് വരികയാണ്. കാട്ടുതീ ഒരു പരിധി വരെ ഇല്ലാതാക്കാൻ ഈ മഴയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ജീവിവർഗത്തിന്റെ എവല്യൂഷനും ഇങ്ങനെ ആകാമല്ലോ. ചെറിയ ജീവിവർഗങ്ങളായ ഉറുമ്പുകളും ചിലന്തികളും അവരുടെ അടുത്ത ജനറേഷനിലേക്കുള്ള പ്രക്രിയകളും സർവൈവലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. മൂടൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ കാടിനുള്ളിൽ ചീവീടുകളുടെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കങ്കാരുന്റെ കുഞ്ഞുങ്ങളെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്തോ ഒരു വ്യത്യസ്തമായ ഒരു ജീവിയുടെ ആക്രമണമാണ് സീനിൽ കാണിക്കുന്നത്. സിനിമയുടെ പേരാണ് കാർണിഫെക്സ്. വളരെ ഡെൻസായ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ എപ്പോഴും കാട്ടുതീ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ സീനറിയിലും വിഷ്വൽസിന് അത്രയും ഭംഗിയുണ്ട്. കയ്യിൽ ക്യാമറ സെറ്റ് ചെയ്യുന്ന ഇവളുടെ പേരാണ് ബെയ്ലി. ഇവൾക്കൊരു ഡോക്യുമെന്ററി എടുക്കണം. ഇതിന്റെ ലക്ഷ്യത്തോടെയാണ് ഈ കാട്ടിലേക്ക് അവരെത്തുന്നത്. മനുഷ്യന്റെ ജീവിതങ്ങൾ, ഈ നശിച്ചുപോയ വന്യജീവികൾ, ഈ വിഷയങ്ങളിൽ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് സോർട്ട് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കണം. ഇതാണ് ഇവളുടെ ഉദ്ദേശം. ക്യാമറയ്ക്ക് മുന്നിൽ അപ്പിയർ ചെയ്യാൻ ഗ്രേസും റെഡി ആയിട്ടുണ്ട്. ഗ്രേസ് ഒരു ബയോളജിസ്റ്റ് ആണ്, കൂടാതെ പരിസ്ഥിതി സംരക്ഷണവുമാണ് കൂടുതൽ ചെയ്യുന്നത്. ഓസ്ട്രേലിയൻ കാടുകളിലുള്ള ജീവിവർഗത്തിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് കങ്കാരുക്കൾ. നമുക്കറിയുന്ന കങ്കാരുവിന്റെ പ്രത്യേകത പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങളെ സഞ്ചിയിലായി കൊണ്ടു നടക്കുന്നു. നമുക്ക് അറിയുന്ന സസ്തനികൾ പുറത്തേക്ക് വരുന്നതുവരെ ഒരു അമ്മയുടെ ഗർഭാശയത്തിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ കങ്കാരുവിനെ പോലുള്ള ജീവികൾക്ക് ആഴ്ചകൾ മാത്രമായിരിക്കും അവർ പ്രഗ്നന്റ് ആയിരിക്കുക. അതിനുശേഷം ആ കുഞ്ഞ് വളരുന്നത് മുഴുവൻ ഇവയുടെ വയറിന്റെ ഭാഗത്തുള്ള സഞ്ചിയിലായിരിക്കും. കങ്കാരുവിനെ പോലെ മാസുപ്പിയൻസ് വിഭാഗത്തിൽപ്പെടുന്ന ജീവിവർഗങ്ങളിൽ 300-ലധികം സ്പീഷീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് എലിവർഗങ്ങളിലും പൂച്ചവർഗത്തിലും പിന്നെ നമ്മൾ സ്ഥിരം കണ്ട് പരിചയമുള്ള കോല എന്ന് അറിയപ്പെടുന്ന ഒരു പക്ഷെ പാണ്ഡയോട് സാദൃശ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു ജീവി കൂടിയാണിത്. ഇവയെല്ലാം ഈ ഗണത്തിൽ പെടുന്നതാണ്. ഈ ജീവിവർഗങ്ങളെ മുഴുവൻ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഗ്രേസിന്റെ ഓഡിയോ ബെയിലി ഒപ്പിയെടുക്കുന്നത്. ഓസ്ട്രേലിയയിൽ മാത്രം 100-ലധികം എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ട്. ഇതിൽ പലതിനെയും നാളെ കാണാൻ പോലും കിട്ടില്ല. ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായിട്ടുണ്ടാകും. ഈ സമയമാണ് ഒരു ജീപ്പിന്റെ സൗണ്ട് കേൾക്കുന്നത്. അത് ഗ്രേസിന്റെ ഫ്രണ്ട് കൂടിയായിട്ടുള്ള ഫീൽഡ് ബയോളജിസ്റ്റ് ആണ് ബെൻ. ഇവരുടെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ മറ്റു കണ്ടന്റുകളൊന്നും ഷൂട്ട് ചെയ്തില്ലേ എന്നുള്ള സംസാരത്തിനൊടുവിൽ അവിടെയുള്ള റേഞ്ചർ പാർക്കായിട്ടുള്ള മാറ്റിനെ ഇന്റർവ്യൂ ചെയ്താൽ കൊള്ളാവുന്ന നിരീക്ഷണത്തിലെത്തി. അതിനുശേഷം ഗ്രേസ് അവളുടെ കാറിൽ നിന്ന് ഒരു എമർജൻസി ബീക്കൺ എടുത്ത് ബെയിലിയോട് പറയുകയാണ്, നമ്മുടെ എമർജൻസി ആവശ്യങ്ങൾക്കായി നമുക്ക് ഈ ബീക്കൺ കാടിനുള്ളിൽ ഉപയോഗിക്കാമെന്നും പറയുന്നു. കൂടാതെ നമ്മുടെ കയ്യിൽ ഒരു സാറ്റലൈറ്റ് ഫോൺ കൂടി ഉണ്ടെന്ന് പറയുകയും ചെയ്തു. ബെൻ ഈ സമയം കാർ സ്റ്റാർട്ട് ചെയ്യുകയും യാത്ര ആരംഭിക്കുകയും ചെയ്തു. ബെയിലി ഒരു കോർപ്പറേറ്റ് ലെവൽ വീഡിയോ മേക്കർ ആയിരുന്നു. അവിടെ നിന്നാണ് ഈ തീ ഓസ്ട്രേലിയൻ കാടുകളിൽ പ്രശ്നമായതിനെ തുടർന്ന് ഒരു സിംഗിൾ സ്പീഷീസിനെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്യമത്തിൽ അവർ ഗ്രേസിനൊപ്പം ചേരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു ബെൻ അവന്റെ ഇന്റൻഷൻ തന്നെ ഇനിയും കണ്ടുപിടിക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസുകൾ ഓസ്ട്രേലിയൻ കാടുകളിൽ ഉണ്ടെന്നും അവ കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്തു കൂടിയാണ് ഇവിടെ ഒരു ഫീൽഡ് ബയോളജിസ്റ്റ് ആയിട്ട് അവൻ വർക്ക് ചെയ്യുന്നത്. ഒരു ട്രൈബൽ മിസ്റ്റീരിയസ് ടച്ച് ഉള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതിന്റെ ഓരോ സീനിനെയും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഇവർ 3 പേരുടെയും കാറിലെ യാത്ര വഴി മുൻപ് കാട്ടുതീ നശിച്ച കാടിന്റെ ഒരു ഭാഗത്തിലേക്കാണ് അവർ ഇപ്പോൾ ഇറങ്ങിയത്. ഒട്ടുമിക്ക ഭാഗങ്ങളിലും വലിയ മരങ്ങൾക്ക് ശേഷം ചെറിയ ബുഷി ആയിട്ടുള്ള മരങ്ങൾ മാത്രമാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ബെയിലിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ട് കാടിനെ കുറിച്ച് സംസാരിക്കുന്നത് ബെൻ ആണ്. മരത്തിന് മുകളിൽ പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു മെഷീൻ ഓപ്പൺ ചെയ്തുകൊണ്ട് ബുഷ് ഫയർ ഉണ്ടാകുന്ന ഭാഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള 4ഓളം മെഷീനുകളായിരുന്നു അവർ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ബെൻ കൂട്ടിച്ചേർത്തത് മരത്തിന് മുകളിൽ താമസിക്കുന്ന മാർസുപ്പിയൽ ആനിമൽസ് ഇനത്തിൽപ്പെട്ട കോലാസ് പോലെയുള്ള മൃഗങ്ങളെയായിരുന്നു അവൻ ശ്രദ്ധിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള മോണിറ്ററിംഗ് മെഷീനുകൾ മരത്തിൽ പിടിപ്പിച്ചുകൊണ്ടായിരുന്നു ബെന്നും ഗ്രേസും ഈ ബുഷ് ഫയറിംഗ് കുറയ്ക്കുവാനുള്ള കാരണങ്ങളും വംശനാശം സംഭവിക്കുന്ന വന്യജീവികളെ കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നു. ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് എപ്പം പോകുമ്പോഴും വിഷമുള്ള പാമ്പുകളിൽ നിന്നും ലീച്ച്, സ്പൈഡേഴ്സ് എന്നീ ജീവികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലെഗിന് ഒരു
ബൂട്ട് റാപ്പർ കെട്ടാറുണ്ട്. അത് ബെയിലിയും ഗ്രേസും കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാടിന്റെ വിശാലതയെക്കുറിച്ചായിരുന്നു ഇത്രയും നേരം സംസാരമെങ്കിൽ ബെൻ ഒരു കാര്യം ആവർത്തിച്ച് പറയാണ്. സന്ധ്യ കഴിഞ്ഞ് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂർ. ഈ സമയം എല്ലാവരെയും പോലെ മൃഗങ്ങളും ഒത്തുകൂടാൻ തുടങ്ങും. അവരുടെ ഫീഡിംഗ് ടൈം ആണത്. അപ്പം കാട് ചെറുതായി തോന്നി തുടങ്ങും. രാത്രിയായി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ഹോട്ടലിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ പോയാലുണ്ടായിരുന്ന അവസ്ഥ എങ്ങനെ? അതേപോലെ. പക്ഷേ ഇവിടെ നമ്മളിൽ ചിലർ തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും മറ്റുള്ളവർ അവരുടെ മെനു ആയിട്ടും കാണും. അവർക്ക് താമസിക്കാനുള്ള ടെന്റ് അവരെടുത്തു കഴിഞ്ഞു. സമയം ഇരുട്ടി തുടങ്ങി. ഇരുട്ടിന്റെ മറവിലും തെർമൽ ഇമേജിലായിട്ട് ഒരു കങ്കാരുവിനെയാണ് കാണുന്നത്. പക്ഷേ ഒരു ഗൺ ഷോട്ടിൽ അത് പിടഞ്ഞു വീഴുന്നു. ഇതാണ് അയാളുടെ ഇന്നത്തെ ഭക്ഷണം. ഇതിനെ ചുട്ടെടുത്തിട്ട് ഒരു ബിയറും കൂട്ടി കഴിക്കുകയാണ് അയാൾ. ഒരു പീസ് അയാളുടെ ഡോഗ് ആയിട്ടുള്ള ഗൂസിനും കൊടുത്തു. അതിന്റെ എല്ലും കഷ്ണവും എടുത്തുകൊണ്ട് ഗൂസ് കുറച്ച് അല്പം മാറി ദൂരത്തേക്ക് പോയി. കാട്ടിൽ പെട്ടെന്ന് മറ്റൊരു ജീവിയുടെ ശബ്ദമാണ് പിന്നെ കേൾക്കുന്നത്. അത് കൂടി വന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും തന്റെ ഡോഗിനെ കാണാതെ അയാൾ തന്റെ കയ്യിലുള്ള റൈഫിളും 2 ബുള്ളറ്റുമായി ഗോസിനെ തിരഞ്ഞുകൊണ്ട് വരികയാണ്. പെട്ടെന്ന് ആ ജീവിയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഏൽക്കുന്നു. ചോര മണ്ണിൽ വീഴുന്ന വഴി അയാൾ മരിച്ചെന്ന് മനസ്സിലാക്കും. ഈ സമയം കാട്ടിലൂടെ ബെന്നും ഗ്രേസും ബെയിലിയും തങ്ങളുടെ കയ്യിലെ നൈറ്റ് വിഷൻ ക്യാമറ വഴിയും അൾട്രാസോണിക് സൗണ്ട് ഡിറ്റക്ടർ വഴിയും ഓരോ ജീവികളെയും നിരീക്ഷിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ സമയം മരത്തിന്റെ മുകളിലുള്ള കങ്കാരു വിഭാഗത്തിൽപ്പെടുന്ന കോലോ എന്ന ജീവിയെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. കോലോ ചൈനയുടെ പാണ്ഡയെ പോലെ തന്നെ വളരെ സ്ലോ പേസിംഗ് ക്യൂട്ടുമായിട്ടുള്ള ഒരു ജീവി വർഗ്ഗമാണ്. സദാസമയം മരത്തിന്റെ മുകളിലാണ്. കൂടാതെ മിനിമം 20 മണിക്കൂറെങ്കിലും ഉറങ്ങും. ബാക്കിയുള്ള 4 മണിക്കൂർ ഭക്ഷണം കഴിപ്പ് തന്നെ. ഈ സമയം ബെയിലിയുടെ കയ്യിലുള്ള മോണിറ്ററിൽ വേറൊരു ജീവിയുടെ തെർമൽ ഇമേജിന്റെ ഭാഗം വരികയും പെട്ടെന്ന് തന്നെ അത് ഡിസപ്പിയർ ചെയ്ത് പോവുകയും ചെയ്യും. അതിനുശേഷം അവരുടെ ശ്രദ്ധ തിരിഞ്ഞ് പിന്നെ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ കൂടി അവർ 3 പേരും അതിന് ചുറ്റും വരുന്നു. അവരുടെ പഴയകാല കഥകളിലേക്ക് വരികയാണ്. ഈ സമയം ബെയിലി ഒരു കഥ പറയാണ്. അവൾ ചെറിയ കുട്ടിയായ സമയത്ത് ഒരു സ്കൂൾ എക്സ്കർഷന് വേണ്ടി അവൾ ഒരു സൂലായിരുന്നു പോയിരുന്നത്. പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ നിന്ന് മാറി അവൾ ഒറ്റപ്പെട്ടു പോയി. അവിടെയുള്ള എല്ലാവരും ആ വലിയ കൂടിനുള്ള ഒരു ഗോറിലേനെ തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവളും ഇതിനിടയിൽ ആ സൂവിൽ തന്നെ എവിടെയോ ഉണ്ടായിരുന്ന ഒരു വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു പൂച്ചക്കുഞ്ഞ് ആ ഗോറിലയുടെ മുന്നിൽ എത്തുകയാണ്. എല്ലാവരും അതിന്റെ ക്യൂട്ട്നെസ് കണ്ട് അതിനെ കളിപ്പിക്കുന്ന രീതിയിൽ സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗോറില്ല അതിനെ കൈപ്പിടിയിൽ ഒതുക്കി. എന്നിട്ട് എല്ലാവരും കാണിക്കുന്ന ലെവലിൽ മുകളിലേക്ക് ഉയർത്തി. അടുത്ത സെക്കൻഡിൽ ഒരു പാറക്കല്ലിന് ഇടിക്കുന്ന പോലെ നിലത്ത് വെച്ച് അത് മരിക്കുന്നവരെ ആ ഗോറില അതിനെ ചതച്ചരക്കിയായിരുന്നു. അതിനുശേഷം സ്ഥിരം ഷോ ഓഫ് ആയിട്ടുള്ള 2 കൈകളും ചേർത്ത് അതിന്റെ ചെസ്റ്റിൽ അടിച്ചുകൊണ്ട് ഓർക്കെ സ്ക്രീം ചെയ്യുകയും ചെയ്തു. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആർത്ത് കരയുന്നതാണ് പിന്നീട് കണ്ടത്. ഈ രീതിയിലാണ് അവർ ശരിക്കും കാട്ടിൽ ജീവിക്കുന്നത്. അവരുടെ ടെറിട്ടറിയിൽ ഒരാൾ കയറിയാലും എങ്ങനെ അവർ റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു ആനിമലിനെയാണ് അവർ ഈ ജയിലിൽ സൂക്ഷിച്ചിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ടെന്റുകളിലായി ഉറങ്ങാൻ കിടന്നു. പക്ഷെ ബെയിലിക്ക് എന്തൊരു ജീവി ശബ്ദം ഉണ്ടാകുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ നമുക്ക് തോന്നുന്നത് അതൊരു കൂർക്കം വലിയുടെ ശബ്ദമാണ്. പെട്ടെന്ന് തന്നെ ഗ്രേസിനെ തൊട്ടടുത്ത ടെന്റിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് ചോദിക്കുമ്പോഴാണ് ബെന്നും കൂടി അതിന് മറുപടിയായി പറയുന്നത് അതൊരു പോസം വിഭാഗത്തിൽപ്പെടുന്ന ബ്രഷ്ടൈൽ എന്നൊരു ആനിമലാണ്. അതിനിടയിൽ മറ്റൊരു ശബ്ദം കേൾക്കുന്നത് അത് ഷുഗർ ഗ്ലൈഡറിന്റെ സൗണ്ട് ആണെന്ന് അവർ വെരിഫൈ ചെയ്യാണ്. പിന്നീട് ബെയിലും ഗ്രേസും 2 പേരും പിന്നീട് ഒരു ടെന്റിലാണ് കിടന്നത്. അതിനിടെ അറിയാതെ കൈ മൊബൈലിൽ തട്ടിയപ്പോൾ വാൾപേപ്പറായി ഒരു ഫയർ ഫൈറ്ററും ഒരു കോലയും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ഗ്രേസിനോട് പറയാണ് അത് അവളുടെ ബ്രദർ ആയിരുന്നു. കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത്. പിന്നീട് ഒരുപാട് ജീവികളുടെ ശബ്ദങ്ങളും ബെയിലിയെ അലോസരപ്പെടുന്നുണ്ടെങ്കിലും ഗ്രേസ് അവളെ സമാധാനിച്ചുകൊണ്ട് ഉറങ്ങാൻ പറയുകയാണ്. ആ രാത്രിക്ക് ശേഷം നല്ലൊരു പ്രഭാതമാണ് പിന്നീട് കാണുന്നത്. സൂര്യന്റെ കിരണങ്ങളിൽ പൊട്ടിവിടരുന്ന ആ രംഗം. അവരവിടെ നിന്ന് ടെന്റ് മടക്കിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തുടരുകയാണ്. ബെൻ ഇതിനു മുന്നേ പ്ലേസ് ചെയ്തിട്ടുള്ള മോണിറ്റർ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് യൂസ് ചെയ്തു വിഷ്വൽസ് ചെക്ക് ചെയ്യാണ്. അതിലൊരു കാട്ടുപൂച്ച ഇനത്തിൽ വരുന്ന ഒരു ഫെറൽ കാറ്റിനെ ആയിരുന്നു ആദ്യം കണ്ടത്. പിന്നീട് കണ്ടത് ഇന്നലെ രാത്രി മുഴുവൻ അവരുടെ ഉറക്കം കളഞ്ഞ ബുഷ്ടൈലിനെയായിരുന്നു. അതൊരു ചെറിയ സാധു മൃഗം. യാത്ര വീണ്ടും തുടർന്നു. വഴിയിൽ മുറിഞ്ഞു വീണ ഒരു മരവും മുറിച്ചു മാറ്റിക്കൊണ്ട് ബെൻ വീണ്ടും യാത്ര തുടങ്ങി. അടുത്തത് കുറച്ചുകൂടി വലിയ മരമായിരുന്നു റോഡിനും കുറുകെ മുറിഞ്ഞു വീണ് കിടക്കുന്നത്. അവിടെയുള്ള എല്ലാ മരങ്ങൾക്കും സാമാന്യം ഭേദപ്പെട്ട പ്രായമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എല്ലാ മരങ്ങൾക്കും സാധാരണയും കവിഞ്ഞ ഉയരവും തടിയും ഉണ്ടായിരുന്നു. അതിൽ മിക്കതിനും ഉള്ളു പൊള്ളയായിരുന്നു. ഉള്ളു പൊള്ളയായ മരങ്ങളാണ് പല ജീവികളും അവർക്ക് താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ജീവി വർഗ്ഗങ്ങളുടെ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവി വർഗം നശിച്ചു പോയാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വർഗത്തിനെയും അത് ബാധിക്കും. ഉദാഹരണം ഇത്തരത്തിലുള്ള മരം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉള്ളു പൊള്ളയായ ഇത്തരത്തിലുള്ള മരങ്ങളിൽ താമസിക്കുന്ന മൃഗങ്ങൾ മുഴുവൻ നാളെ ഒരു ദിവസം വംശനാശം നേരിടും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. നടന്ന് ക്ഷീണിച്ചപ്പോൾ അവർ 3 പേരും ഒരു സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വയറിന് പന്തികേട് തോന്നിയ ബെൻ ഒരല്പം മാറി നിന്ന് കാര്യം സാധിക്കുകയാണ്. അതും കഴിഞ്ഞ് ആ സ്ഥലത്ത് നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് പക്ഷികൾ കൂട്ടത്തോടെ ചിലച്ചുകൊണ്ട് പറന്നു പോകുന്നതും മറ്റെന്തോ ജീവിയുടെ പ്രസൻസ് അവിടെ ബെന്നിന് മനസ്സിലാവുന്നത്. സ്ഥിരം കയ്യിലുള്ള നമ്പറായ ഒരു നോർമൽ ഒരു കിളിയുടെ സൗണ്ട് അവിടെ വിസിലിംഗ് ചെയ്തുകൊണ്ടാണ് ബെന്ന് നടക്കുന്നത്. പക്ഷെ ബെന്നിന്റെ ശ്രദ്ധ മുഴുവൻ ആ സമയം മുതൽ മരങ്ങളുടെ മുകളിലേക്ക് മാത്രമായിരുന്നു. വീണ്ടും അവർ 3 പേരും ചേർന്ന് യാത്ര തുടരുന്നു. ഇതിനിടയിൽ ബെയിലിക്ക് കുറച്ചുകൂടി ക്ലിയർ വിഷൻ കിട്ടാൻ വേണ്ടി അവൾ ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. ബെൻ ഇതിനു മുന്നേ പ്ലേസ് ചെയ്തിരുന്ന സർവൈലൻസ് ക്യാമറയുടെ അടുത്ത് എത്തിയിരിക്കുന്നു. പക്ഷേ ഇത്തവണ ആരോ അത് മരത്തിൽ നിന്ന് താഴെ തള്ളിയിട്ടിരിക്കുന്നു. ചെടികൾക്കിടയിലൂടെ അത് എടുക്കുമ്പോഴാണ് ഒരു മൃഗത്തിന്റെ പൂർണ്ണമായ സ്കെലിറ്റൽ ഭാഗം അവിടെ കിടക്കുന്നത് കാണും. അതിന്റെ സ്കെലിറ്റൽ പാർട്ടിലെ ചില എല്ലുകൾ കടിച്ച് ചവച്ചതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അത് ചിലപ്പോൾ കാട്ടു നായ്ക്കളോ കാട്ടുപന്നികളോ മറ്റോ ആവാമെന്ന് പറയുന്നതിനിടയിൽ മരത്തിന്റെ സൈഡ് ഭാഗത്തു നിന്നുണ്ടായിരുന്ന ചില രോമങ്ങൾ സംതിങ് ഡിഫറന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അതിന്റെ കളറും ഈ പറഞ്ഞ മൃഗങ്ങളായി മാച്ച് ആവുന്നില്ലായിരുന്നു. കൂടാതെ മരത്തിന്റെ മുകളിലേക്ക് ഈ ഇരയെ കൊണ്ടുപോയതായി അവർക്ക് മനസ്സിലാവുകയാണ്.
ക്യാമറയിൽ നിന്ന് കൂടുതലായി ഒന്നും അവർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. സ്ഥിരം കാണുന്ന മൃഗങ്ങൾ തൊട്ട് എലി വരെയായിരുന്നു കണ്ടത്. ഈ സമയം അടുത്തൊരു സർവൈലൻസ് ക്യാമറ അവിടെ തന്നെ ബെന്ന് സെറ്റ് ചെയ്യുന്നതിനിടയിൽ ബെയിലിയുടെ ക്യാമറയിൽ ഒരു ക്ലോ മാർക്ക് ഒരു മരത്തിന്റെ മുകളിൽ കാണുകയാണ്. അത് സാധാരണ ജീവികളുടെ ക്ലോ മാർക്കായിരുന്നു മനസ്സിലായില്ല. അതിന്റെ നഖങ്ങളുടെ പാടുകൾ വലുതായി, വളരെ വലുത്. അന്നത്തേക്കായി അവർ വീണ്ടും ഒരു ടെന്റ് അടിക്കുകയാണ്. ഈ സമയത്ത് റേഞ്ചർ മേറ്റ് തന്റെ ഡെയിലി റുട്ടീന്റെ ഭാഗമായിട്ട് കാടുകൾ ബീറ്റ് വാക്ക് നടത്തുകയായിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആ സ്ട്രേഞ്ചറുടെയും ക്യാമ്പ് ഫയറിന്റെയും ആ കാറിന്റെയും അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കാണുന്നത്. ഇതുവരെ കിട്ടിയ എവിഡൻസിന്റെ ബേസിൽ ബെൻ ഒരു കൺക്ലൂഷൻ എത്തുകയാണ്. ഇത് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മർസൂപ്പിയൽ ആനിമൽ ആണ്. രാത്രി മാത്രം ഇര പിടിക്കാൻ അറിയുന്നത്. ഇതിന്റെ വലിപ്പം ഊഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. ഇവർ ഇതിനു മുന്നേ കണ്ടുപിടിച്ച കാർണിഫിക്സ് വിഭാഗത്തിൽപ്പെടുന്ന മെഗാഫോണ കാർണിഫിക്സ് എന്ന ജീവിക്ക് ഒരു തമ്പായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന് 2 തമ്പ് മാർക്കാണ് നേരത്തെ മരത്തിന്റെ ഭാഗത്ത് നിന്ന് ബെയിലി കണ്ടെത്തിയത്. കാർണിഫിക്സ് വിഭാഗത്തിന്റെ ഒരു സബ്സ്പീഷീസ് വേണമെങ്കിൽ ഇതാകാം. എന്തായാലും ഇവൻ പറയുന്നതിന് മുഴുവൻ പൂർണ്ണമായി കളിയാക്കലുകളായിരുന്നു ഗ്രേസും ബെയിലും ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മറുപടിയായി റീസെന്റ് ആയിട്ട് സൊമാലി എലിഫന്റ് ഫ്യൂ എന്ന് പറയുന്ന ഒരു ജീവിവർഗം ഉണ്ടായിരുന്നു, എലി വിഭാഗത്തിൽപ്പെടുന്നത്. വംശനാശം സംഭവിച്ചു പോയതാണെന്നും ഇവയൊരു കൂട്ടത്തോടെ ഒരു ഡെസേർട്ടിൽ ജീവിക്കുന്നുണ്ടായി പിന്നീട് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറയും. ഇതിനെ വീണ്ടും കളിയാക്കിക്കൊണ്ട് ഗ്രേസ് പറയുന്നത് 50 വർഷമായി കാണാതായ ഇതിനെ കണ്ടെത്തി. അതുപോലെയല്ല തൈലപോലിയോ കാർണിഫിക്സ് എന്ന നീ പറയുന്ന മൃഗം അത് കാണാതായിട്ട് മിനിമം 50,000 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഇവരുടെ സംസാരത്തിൽ നിന്ന് ഒന്നും മനസ്സിലാവാതെ ബെയിലി വീണ്ടും ചോദിക്കുകയാണ്, നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ബെൻ എന്തായാലും ഒരു കാര്യം വീണ്ടും പറയാണ്, ഇതെന്തായാലും കരടി പോലുള്ള ഒരു തരത്തിലുള്ള മൃഗമൊന്നുമല്ല. ഇതേ സമയം റേഞ്ചർ മേറ്റ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ആ തോക്കെടുക്കാൻ നോക്കുമ്പോൾ തൊട്ടടുത്ത ഒരു മൃഗത്തിന്റെ മുരൾച്ചയാണ് കേൾക്കുന്നത്. മെല്ലെ കണ്ണോടിച്ച് നോക്കുമ്പോൾ അത് സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണാതായ ആ ഭീകരജീവിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുന്ന ഗൂസ് എന്ന ഡോഗിനെയാണ്. ഷൂട്ട് ചെയ്യാൻ പുതിയൊരു കണ്ടന്റ് കിട്ടിയ പോലെ ബെയിലി ബെന്നിന്റെ അടുത്ത ക്ലിപ്പ് ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഡൈനോസറുടെ കാലഘട്ടത്തിന്റെ അവസാന സമയങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്ന മാസുബിയൽസ്, അതായത് സഞ്ചി മൃഗങ്ങളുടെ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു. അതിപ്പോ കാണുന്ന എല്ലാ മൃഗങ്ങളെക്കാട്ടും ഒരുപാട് വലുതായിരുന്നു. അതിലൊന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ടി കാർണിഫിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഹണ്ടിങ് ഗ്രൗണ്ടിൽ നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ അത് കൊലുത്തിരിക്കും. ഒരു കടുവയുടെ ആക്രമണ ശൈലിയിൽ അത് ഒളിച്ചിരിക്കും. എന്നിട്ട് നമ്മളെ മേലേക്ക് ചാടി വീഴും. അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയാൽ ആദ്യത്തെ കടി നമ്മുടെ കഴുത്തിലെ ജോഗുലർ വെയിനായിരുന്നു. ഇത് പറഞ്ഞു തീരുന്നതിന് തൊട്ട് മുന്നേ റേഞ്ചർ മേറ്റിനെ ടി കാർണിഫിക്സ് ആക്രമിക്കുകയാണ്. വലിയ കടുവയൊക്കെ തന്റെ ഇരയെ എങ്ങനെ കടിച്ചു കൊണ്ടുപോകുന്നു അതുപോലെയായിരുന്നു റേഞ്ചർ മേറ്റിനെ ടി കാർണിഫിക്സ് കടിച്ചു വലിച്ചു കൊണ്ടുപോയത്. ഇതെല്ലാം പേടിച്ചരണ്ടുകൊണ്ടാണ് ഗൂസ് എന്ന നായ നോക്കിക്കൊണ്ടിരുന്നത്. ഈ സമയം മറ്റെന്തൊരു ജീവിയുടെ അനക്കമാണ് ബെന്നിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എല്ലാവരുടെയും ശ്രദ്ധ പിന്നെ ആ ഭാഗത്തേക്കായിരുന്നു. മരത്തിന്റെ മറവിൽ വലിയ കൊമ്പുകളാണ് കണ്ടത്. പക്ഷെ മറ നീക്കി പുറത്തേക്ക് വരുമ്പോൾ അതൊരു കറുത്ത കാട്ടാടായിരുന്നു. അവർക്കൊരു അല്പം ആശ്വാസമായത്. അതിൽ നിന്ന് ശ്രദ്ധ മാറി അവർ മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നതിന്റെ ഇടയിലാണ് അത് സംഭവിച്ചത്. ആ കറുത്ത ആടിന്റെ കരലും ആ മരത്തിന്റെ മറവിൽ ഇതിനെന്തോ സംഭവിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ വീണ്ടും ആ മരത്തിന്റെ പിറകിലേക്ക്. മരത്തിന്റെ പുറകിൽ നിന്ന് ആ കറുത്ത കൊമ്പൻ ആടിനെ മുകളിലേക്ക് ഒരു ഭീകരജീവി വലിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ടി കാർണിഫിക്സിനെ അവർ ആദ്യമായി വിറ്റ്നസ് ചെയ്യുന്നത്. ഒരു പുലി അതിന്റെ ഇരയെ എത്ര ലാഘവത്തോടു കൂടിയാണ് ഒരു മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, അതേ ഈസിനെസ് ഉണ്ടായിരുന്നു ഈ കാർണിഫിക്സിനും. ഇത്തരത്തിലുള്ള ഒരു ബയോളജിക്കൽ എവിഡൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അവരുടെ എല്ലാ സജ്ജീകരണങ്ങളും അവർ തയ്യാറാക്കി. ക്യാമറകളും ഡ്രോൺ ഷോട്ടുകളും എല്ലാം. ഡ്രോൺ ഷോട്ട് അടുത്തെത്തിയപ്പോൾ കാർണിഫിക്സ് അവിടെ നിന്ന് പെട്ടെന്ന് മിസ്സായി. അവർക്ക് വ്യക്തമായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോലും കഴിഞ്ഞു. പിന്നെ കാർണിഫിക്സ് മൂവ് ചെയ്ത അതേ ദിശയിലേക്ക് ബെന്നിന്റെ പുറകെയായി ഗ്രേസും ഓടി. ഇതിനിടയിൽ ഗ്രേസിനെ മിസ്സാവുകയാണ്. അവളുടെ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ബെൻ തിരിച്ച് ഓടി വരുന്നു. അവൾ ഒരു കിടങ്ങിൽ വീണ് കിടക്കുകയാണ്. കിടങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബെൻ ഒരു മരക്കഷ്ണമായി വന്നു. ഇത് പറഞ്ഞു തീരുന്നതിന് മുന്നേ പിറകിൽ മരത്തിന്റെ മുകളിൽ നിന്ന് കാർണിഫിക്സ് ബെന്നിന്റെ മുകളിലേക്ക് ചാടി വീഴുന്നതാണ്. ഒരു ബ്ലഡ് ഷോട്ടിൽ നിന്ന് ബെന്നിനെ അത് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് കാണാം. കിടങ്ങിൽ നിന്ന് മറ്റെന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഗ്രേസ് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ നോക്കുകയാണ്. ഈ സംഭവങ്ങളൊന്നും അറിയാതെ ഡ്രോൺ പറത്തിക്കൊണ്ടിരുന്ന ബെയിലിക്ക് സംഭവ സ്ഥലത്ത് ഒരു ദുരൂഹത നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഗ്രേസിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. ആ സമയം ഗ്രേസിന് മനസ്സിലായി കിടങ്ങിനടുത്ത് കാർണിഫിക്സിന്റെ അനക്കം. പക്ഷെ ബെയിലിക്ക് വഴിതെറ്റി. അവൾ ഓടിയെത്തിയത് ആ ഗൂസ് എന്ന നായുടെയും അതിന്റെ ഓണറായ ഒരു സ്ട്രേഞ്ചറിലായിരുന്നു. അയാളുടെയും വണ്ടി പാർക്ക് ചെയ്ത സ്പോട്ടിലായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ കാറിന്റെ ഉള്ളിൽ കയറി. ഈ സമയം കിടങ്ങിനടുത്ത് ഗ്രേസിന് പിറകിലായി കാർണിഫിക്സ് നിൽക്കുന്നത് അവൾക്ക് മനസ്സിലാവുകയാണ്. മരണം ഉറപ്പായെന്ന രീതി അവൾ അവിടെ തന്നെ കിടക്കുകയാണ്. കാർണിഫിക്സിന്റെ ഒരു കൈ അവളുടെ ഷോൾഡറിൽ വന്ന് പതിയെ വെക്കുമ്പോൾ ദൂരെ ആ കാറിന്റെ ഉള്ളിൽ നിന്ന് ബെയിലി മറ്റുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയി ആ കാട്ടിനുള്ളിൽ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അത് ആ കാട് മുഴുവനായി കേൾക്കാം. അപ്രതീക്ഷിതമായി കേട്ട ആ സൗണ്ടിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് കാർണിഫിക്സ് ഗ്രേസിനെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബെയിലിക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിയാത്ത അത്രയും പേടി വന്നുകൊണ്ടിരിക്കുക. കാറിന് പുറത്ത് ഓരോ ജീവികളുടെ മുരളിലും കരച്ചിന്റെ സൗണ്ടുകളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. വിൻഡോ സീറ്റിന്റെ അടുത്ത് നിന്ന് അവൾക്ക് മനസ്സിലായത് ഗൂസ് എന്ന നായായിരുന്നു അത്. അതിനൊരു സ്പേസ് കൊടുക്കാൻ തീരുമാനിച്ച അവൾ കാറിന്റെ സൈഡ് സീറ്റ് തുറക്കുകയാണ്. ഗൂസ് ഒന്ന് അവിടെ ഇരുന്നു. ബെയിലി വീണ്ടും വിളിച്ചതിന് ശേഷം മറ്റൊന്നും ചിന്തിക്കാതെ ഗൂസ് കാറിന്റെ ഉള്ളിലേക്ക് ചാടി കിടക്കുകയാണ്. നായയുടെ മേലുള്ള റാപ്പറിൽ അതിന്റെ പേരുണ്ടായിരുന്നു ഗൂസ്. അവൾ ഗൂസുമായി സംസാരിച്ചു തുടങ്ങി. ഈ സമയം മരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ബെന്നിന് ബോധം തിരിച്ചു കിട്ടുകയും പെട്ടെന്നുണ്ടായ അനക്കത്തിൽ അൺബാലൻസ്
ബ്ലാസ്റ്റായി ആ മുകളിൽ നിന്ന് താഴത്തേക്ക് അവൻ വീഴുകയാണ് ചെയ്യുന്നത്. താഴെ വീണപ്പോഴും അവൻ കൂടുതൽ പരിക്കുകൾ പറ്റുകയല്ലാതെ മരണപ്പെട്ടില്ല. പക്ഷേ കാർണിഫിക്സ് പിടിച്ച ഭാഗങ്ങൾ മുഴുവൻ തുളഞ്ഞു കയറുന്ന രീതിയിലുള്ള മുറിവുകളാണ് ശരീരം മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കിടങ്ങിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗ്രേസിനും സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അവളുടെ ഷോൾഡറിന്റെ ഭാഗത്ത് കാർണിഫിക്സ് കൈ വെച്ചിരുന്നില്ലേ, ആ ഭാഗങ്ങളിൽ മുഴുവൻ ആഴത്തിൽ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ 3 പേരും 3 സ്ഥലങ്ങളിലായി. ഈ സമയത്ത് ഇടിവെട്ടുകയും മഴ പെയ്യാൻ പോകുന്നതുമാണ് കാണുന്നത്. ബെൻ ആ മരത്തിന്റെ താഴെ തന്നെ വീണ് കിടക്കാണ്. അയാൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഓരോ ചോരത്തുള്ളികളായി അവന്റെ നെറ്റിയിലും കണ്ണിലും മുകളിൽ നെറ്റി വീണുകൊണ്ടിരിക്കും. ക്യാമറ മുകളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അത് കാർണിഫിക്സ്. ഇരകളെ സ്ഥിരം വേട്ടയാടുന്ന ശൈലിയിൽ ബെന്നിന്റെ കഴുത്തിലേക്ക് കടിക്കുകയും വീണ്ടും മരത്തിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഈ സമയം ഗ്രേസ് ഒരു ഒഴിഞ്ഞ ഷെൽട്ടറിനുള്ളിലായിരുന്നു അഭയം പ്രാപിച്ചത്. അതിന് ചുറ്റും ഉണ്ടാകുന്ന ജീവികളുടെ സൗണ്ടും അത് ഏത് നിമിഷവും ആ ഷെൽട്ടറിനുള്ളിലേക്ക് കയറി പറ്റുന്നുള്ള പേടിയോടും കൂടി അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഓടിയെത്തുന്നത് ബെയിലിയുടെ ജീപ്പിനടുത്താണ്. ബെന്നിന്റെ ജീവൻ അപകടത്തിലാണെന്നും അവനെ നമ്മൾക്ക് രക്ഷപ്പെടുത്തണമെന്നും അവളോട് ഗ്രേസ് പറയുന്നു. ഗൂസിനോടൊപ്പം അവർ രണ്ടുപേരും ബെന്നിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോരപ്പാടുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഗൂസ് അവിടെ ഗ്രേസും ബെയിലിയും മനസ്സിലാക്കുന്നത് അതൊരു പൊള്ളയായ മരമാണെന്നും അതിനുള്ളിലേക്ക് ഗ്യാപ്പ് ഉണ്ടെന്നും അവിടെ ചോര തളം കെട്ടി നിൽക്കുന്നു മനസ്സിലാവും. അതിനിടയിൽ അതിന്റെ താഴത്ത് നിന്ന് പെന്നിന്റെ ഒരു നൈഫ് കൂടി ഗ്രേസിന് കിട്ടുമ്പോൾ അവർ കൺഫേം ചെയ്യണം. നിലത്ത് നിന്ന് ഗൂസിന്റെ യജമാന്റെ ഒരു തോക്ക് കൂടി അവർ കയ്യിലെടുത്ത് നിൽക്കും. കാർണിഫിക്സിന്റെ മുരൾച്ച വീണ്ടും കേൾക്കുമ്പോൾ എത്രയും പെട്ടെന്ന് കാടിന്റെ നിയമം പാലിക്കണം, കാർണിഫിക്സിന്റെ ടെറിട്ടറിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറണമെന്ന് തീരുമാനത്തിൽ ബെയിലും ഗ്രേസും അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവരുടെ ജീപ്പിലേക്ക് കയറുന്നു. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ റോഡിൽ അതിന്റെ ടയർ വീണ്ടും സ്റ്റക്ക് ആവുകയാണ്. ഗ്രേസ് ജീപ്പിന്റെ റിക്കവറി സ്ട്രാപ്പ് ഉപയോഗിച്ച് തൊട്ടടുത്തുള്ള മരത്തിൽ ബന്ധിക്കുകയും ബെയിലി ജീപ്പിലിരുന്ന് ട്രാക്ഷൻ കൺട്രോളും ആക്സിലേറ്റർ മാക്സിമം കൊടുത്തുകൊണ്ട് ആ സ്റ്റക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീപ്പ് ഓവർ റേസ് ആയതിനാൽ റിക്കവറി സ്ട്രാപ്പ് പൊട്ടുന്നു. ജീപ്പിന്റെ കൺട്രോൾ തെറ്റി തൊട്ടടുത്തുള്ള സ്ലോപ്പായ ഭാഗത്തിലേക്കാണ് ജീപ്പ് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെയിലി ജീപ്പിന്റെ അടിയിലാകുന്നു. ശരീരം മുഴുവൻ ഇഞ്ചോർഡ് ആയിട്ടുള്ള ബെയിലി ജീപ്പിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് തന്റെ ടെറിട്ടറിയിൽ ആര് വന്നു അവരെ അറ്റാക്ക് ചെയ്യണമെന്നുള്ള വാശിയോടെ മാത്രം നിൽക്കുന്ന ജീവികളാണ് കാർണിഫിക്സ്. ഇത്രയും വലിയ സൗണ്ടും ചലനങ്ങളും കാട്ടിനുള്ളിൽ ഉണ്ടാക്കിയ ആ ജീപ്പിനടുത്തേക്കായിരുന്നു കാർണിഫിക്സ് വന്നു നിൽക്കുന്നത്. അവളെ ആക്രമിക്കാൻ വേണ്ടി ജീപ്പിന്റെ ഉള്ളിലേക്ക് തലയിടുമ്പോൾ ജീപ്പിനുള്ളിലുള്ള മൺവെട്ടി കൊണ്ട് അതിന്റെ കഴുത്തിന് അമർത്തി പിടിച്ചായിരുന്നു താൽക്കാലികമായിട്ട് അവളെ രക്ഷപ്പെട്ടത്. ഈ സമയം ഗ്രേസ് കൂടി ഓടി വന്ന് ബെയിലിയെ ജീപ്പിന് പുറത്തേക്ക് എത്തിക്കുകയാണ്. ഇപ്പോഴാണ് കാർണിഫിക്സിന്റെ യഥാർത്ഥ രൂപം എല്ലാവരും കാണുന്നത്. ഇതിനു മുന്നേ കാണിച്ച മാർസുപ്പിയൽ ആനിമൽസിലുള്ള കോലോയുടെ രൂപസാദൃശ്യവും തോന്നുന്ന തരത്തിലുള്ള ഒരു ജീവി. ചിലപ്പോഴൊക്കെ ഒരു വേട്ടനായുടെ മുഖവും തോന്നിയേക്കാം. ശരീരം മുഴുവൻ ഒരു ചാര നിറം, തലയുടെ വലുപ്പം ചെറുതും ഭീമാകാരമായ കൈകളാണ് ഇവരുടെ പ്രത്യേകത. ഇതിനിടയിൽ ബെയിലിയുടെ കാലിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കാർണിഫിക്സ് കൊണ്ടുപോകുമ്പോൾ ഗൂസ് കുരച്ചുകൊണ്ട് ഓടി വന്നിട്ടാണ് കാർണിഫിക്സിനെതിരെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതുവരെ കാർണിഫിക്സിനെതിരെ ഒന്ന് കുരയ്ക്കാൻ പോലും ധൈര്യമില്ലായിരുന്ന ഗൂസാണ് ഇപ്പൊ സർവ്വശക്തി കൊടുത്ത് ആക്രമിക്കുന്നത്. ഇപ്പൊ ഗ്രേസ് അവളുടെ കയ്യിലുള്ള റൈഫിൾ വെച്ച് കാർണിഫിക്സിനെ എയിം ചെയ്ത് നിൽക്കുകയാണ്. കാർണിഫിക്സ് അവരെയും ടാർഗറ്റ് ചെയ്യുകയാണ്. ഈ ഫയർ കറക്റ്റായി കാർണിഫിക്സിന് കൊണ്ടില്ലെങ്കിൽ കാർണിഫിക്സ് ഇവരെ രണ്ടുപേരെയും കൊല്ലുമെന്നുള്ള അവസ്ഥ. ഒരു നിമിഷ സംശയത്തിന്റെ പുറകിൽ റൈഫിളിന്റെ ചാമ്പർ അവൾ തുറന്നു നോക്കുമ്പോൾ ഒരു ബുള്ളറ്റ് പുറത്തേക്ക് ഇജക്ട് ചെയ്യപ്പെടും. ബാലൻസ് ഉള്ളത് ഒരേ ഒരു ബുള്ളറ്റ് മാത്രം. നെക്സ്റ്റ് സെക്കൻഡിൽ കാർണിഫിക്സ് മുന്നോട്ടേക്ക് വരുമ്പോൾ അവൾ ഫയർ ചെയ്യുന്നു. റൈഫിളിന്റെ ഫയറിംഗ് ശബ്ദം അതിനെ എവിടെയോ പേടിപ്പിക്കുകയും ബുള്ളറ്റ് ശരീരത്തിൽ എവിടെയോ കൊണ്ടെന്ന രീതിയിൽ കാർണിഫിക്സ് ഒരു നിമിഷം ആലോചിക്കുകയും അവിടെ നിന്ന് മിസ്സാവുകയാണ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞ് പ്രകൃതിയെ തണുപ്പിക്കുന്ന പോലെ മഴയും പെയ്തുകൊണ്ട് കാടിനുള്ള ഓരോ ജീവജാലങ്ങളും അതിന്റെ പ്രകൃതിയായുള്ള സ്ഥലം വിട്ട് മാറ്റങ്ങൾ സർവൈവ് ചെയ്യപ്പെടും. അവർ അതിൽ നിന്ന് രക്ഷ നേടാൻ ഫൈറ്റ് ചെയ്യും മരണം വരെ. നമ്മുടെ കാടിനുള്ള ആദിവാസികളെ പോലെ. മൂവി ഫ്രീക്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ ഇനി കാണാം.